എക്സാലോജിക്കും വൈദേകവും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയ്ക്കാൻ ഒരുങ്ങുകയാണ് UDF. ഇതിനോടൊപ്പം തന്നെ ദേവികുളം മുൻ MLA S രാജേന്ദ്രന്റെ ഡൽഹി യാത്രയും കൊടകര കള്ളപ്പണവും രാഷ്ട്രീയ ചർച്ചയാക്കും. ഈ കേസിൽ ആദായ നികുതി വകുപ്പ് നടപടികൾ എടുക്കാത്തതും ചർച്ചയാക്കും. ഇതിനോടൊപ്പം തന്നെ പോലീസ് കാട്ടിയ ഇരട്ടത്താപ്പും. CPM BJP അവിശുദ്ധ ബന്ധത്തിന് തെളിവുകളുമായി ഇതെല്ലാം നിരത്തും. CPM നേതാക്കളുടെ ഉറ്റവരുടെ പെൻഷൻ സംരംഭങ്ങളായിട്ടാകും എക്സാലോജിക്കിനെയും വൈദേകത്തിനെയും അവതരിപ്പിക്കുക. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ബംഗളൂരുവിൽ ആരംഭിച്ച IT കമ്പനിയായ എക്സാലോജിക്കും LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ റിസോർട്ടായ വൈദേകവും ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നാണ് ഇരു നേതാക്കളുടെയും വിശദീകരണം. ഇതിൽ എക്സാലോജിക്ക് കേന്ദ്ര അന്വേഷണ പരിധിയിലാണ്. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം അട്ടിമറിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് ആരോപിക്കും. എക്സാലോജിക്കിനും വൈദേകത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒതുക്കിയെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് 2021 തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. CPM നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്ത് വിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്നാണ് പാർട്ടി മാർഗരേഖ. എന്നാൽ പിണറായിയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച പാർട്ടിക്ക് വിശദാംശങ്ങൾ നൽകിയതായി വിവരമില്ല. വീണ AKG സെന്റർ മേൽവിലാസമാക്കി ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യവും നിറയ്ക്കും. ഇതിനൊപ്പമാണ് കൊടകരയിലെ കള്ളപ്പണ ചർച്ചയും. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായെന്നും EP ജയരാജന്റെ മകൻ ജെയ്സന് UAE റാസൽ ഖൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ട് എന്നും ആരോപിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷാണ്. തെളിവുകൾ കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ജയരാജൻ തയ്യാറായിട്ടില്ല. ഇതും കോൺഗ്രസ് ചർച്ചയാക്കി മാറ്റും. ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയതും BJP നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കണ്ടതും വലിയ ചർച്ചയാണ്. ഇതും സജീവമായി നിർത്തും. LDF കൺവീനർ EP ജയരാജനെതിരായ ആരോപണങ്ങളിൽ ഉറച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിരുന്നു. തന്റെ കയ്യിൽ തെളിവുകളുണ്ട്, കൈവശമുള്ള ചിത്രങ്ങൾ ഒറിജിനൽ ആണെന്നും സതീശൻ പറഞ്ഞു. വ്യാജ ചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാവുന്നതാണെന്നും സതീശൻ വ്യക്തമാക്കി. തനിക്കെതിരെ മോശമായ പ്രയോഗങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അദ്ദേഹം ഒന്ന് കണ്ണാടിക്ക് മുന്നിൽ പോയിരുന്ന് നോക്കിയാൽ മതി. EP ഒരു പാവമാണ്. BJPക്ക് വേണ്ടി മുഖ്യമന്ത്രി EP ജയരാജനെ കൊണ്ട് പറയിക്കുന്നതാണെന്നാണ് തന്റെ വിശ്വാസം. EP ജയരാജന്റെ കുടുംബത്തിന് ഓഹരിയുള്ള വൈദേകം റിസോർട്ടും BJPക്ക് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് താൻ പറഞ്ഞത്. അന്നത് നിഷേധിച്ച EP ജയരാജൻ അങ്ങനെയുണ്ടെങ്കിൽ ആ ഓഹരി VD സതീശന് നൽകാമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഭാര്യയ്ക്ക് വൈദേകം റിസോർട്ടിൽ ഓഹരി ഉണ്ട് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ED വൈദേകത്തിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി ബന്ധമുണ്ടായത്. വൈദേകം റിസോർട്ടുമായി രാജീവ് ചന്ദ്രശേഖരന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ തന്റെ കയ്യിലുണ്ട്. BJP നേതാവും സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറും EPയും തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുള്ളത് CPM അറിഞ്ഞില്ലേ? രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ചില BJP സ്ഥാനാർത്ഥികൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ജയരാജൻ നൽകി. ഇതിനു പുറമെ കേരളത്തിൽ ഇടതുപക്ഷവും BJPയും തമ്മിലാണ് മത്സരം എന്നുവരെ പറഞ്ഞു. അപ്പോഴാണ് BJPക്ക് വെള്ളപൂശാൻ കാരണമെന്തെന്ന് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. EP ജയരാജൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വൈദേക റിസോർട്ടുമായി ബന്ധമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇന്നലെ ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ പ്രസ്താവന ഇറക്കി. കൊടകര കുഴൽപ്പണം കേസിലെ പണം ഇൻകം ടാക്സിന് കൈമാറിയിട്ടില്ല. കുഴൽപ്പണം കേസ് ഒതുക്കി തീർത്ത് പരസ്പര സഹായ സഹകരണ സംഘം തീർക്കുകയാണ് CPMഉം BJPയും എന്ന് VD സതീശൻ ആരോപിക്കുന്നു. മാസപ്പടി, ലാവലിൻ, കുഴൽപ്പണം, ലൈഫ് മിഷൻ എന്നീ കേസുകളിൽ ഒത്തുകളിയാണിപ്പോൾ നടക്കുന്നത് എന്നും സതീശൻ പറയുന്നു.